കുറച്ച് നാളുകൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ തോമസ് തറയിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന സംവരണത്തിലെ വിവേചനത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരുന്നു. പാലാ പ്ലാറ്റിനം ജൂബിലിയുടെയും DCMS സപ്തതി വർഷത്തിൻ്റെയും ഭാഗമായി രാമപുരത്ത് നടന്ന ക്രൈസ്തവ മഹാസമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സാമൂഹിക സാഹചര്യങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്ന രാജ്യത്ത് സംവരണത്തിലെ വിവേചനം നീതിരഹിതവും മനുഷ്യത്വരഹിതവുമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ദളിത് ക്രിസ്ത്യൻ എന്നോ ദളിത് ഹിന്ദു എന്നോ ദളിത് മുസ്ലിം എന്നോ അല്ല പറയേണ്ടത്, ഇന്ത്യൻ ദളിത് എന്നാണ് പറയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ സാഹചര്യങ്ങളും തുടർന്ന് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഇപ്പോഴിതാ സംവരണത്തിലെ ഈ അവഗണനയെ വീണ്ടും ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതി. കേന്ദ്ര ന്യൂനപക്ഷ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവുമായി CBCI അംഗങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. ദളിത് ക്രൈസ്തവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ശ്രദ്ധ പുലർത്തണമെന്നായിരുന്നു മെത്രാൻ സമിതി ആവശ്യപ്പെട്ടത്. ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികൾക്കായുള്ള സ്കോളർഷിപ്പുകൾ എന്നിവയെപ്പറ്റി കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയതായി CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ റവറൻഡ് ഡോക്ടർ മാത്യു കോയിക്കൽ വ്യക്തമാക്കി. അനുകൂലമായ സമീപനമാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. കത്തോലിക്ക സഭയുടെ സന്നദ്ധ സംഘടനകളുടെ ഇന്ത്യയിലെ വിഭാഗമാണ് കാരിത്താസ് ഇന്ത്യ. കാരിത്താസ് ഇന്ത്യ ഡയറക്ടർ ഫാദർ ആന്റണി ഫെർണാണ്ടസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സംവരണത്തിലെ വേർതിരിവിനെക്കുറിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാൻ മാർ തോമസ് തറയിൽ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാഷ്ട്രമാണ്. മതേതര രാഷ്ട്രത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ നിയമങ്ങളിൽ പാസാക്കിയെടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് സാമാന്യമായ സമൂഹം പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പല നിയമങ്ങളും, ഇപ്പൊ ഈ അടുത്ത നാളിലൊക്കെ നമ്മൾ കേൾക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിന് ഭരണഘടനാ സാധുത ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന വിചിത്രമായ സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടുക തന്നെ വേണം. അതുപോലെ തന്നെ വിവേചനമുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന സംവരണത്തിലെ വിവേചനങ്ങൾ. നമുക്കറിയാം, ദളിത് എന്ന് പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ കത്തോലിക്ക ബാബ തിരുമേനി പറഞ്ഞു, ഇന്ത്യൻ ദളിത് എന്നാണ് പറയേണ്ടത്, അല്ലാതെ ദളിത് ക്രിസ്ത്യനോ ദളിത് സിഖ് എന്നോ ദളിത് മുസ്ലിം എന്നോ അല്ല പറയേണ്ടത്, ഇന്ത്യൻ ദളിത്. കാരണം ദളിത് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാമൂഹികമായ സാഹചര്യത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചതിന്റെ പേരിൽ ഈ ദളിത് സഹോദരങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട്, സാമൂഹികമായ ഒറ്റപ്പെടലുകളും അവസാനിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ മതം സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം അവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് മതവിവേചനം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. 2011 സെൻസസ് ഡേറ്റയോടനുബന്ധിച്ചുള്ള സർവേകൾ പ്രകാരം 27% ദളിത് സഹോദരങ്ങൾ ഇന്നും ഈ തീണ്ടലിനും തൊടിയിലിനും എല്ലാം വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ് ഇന്ത്യയിൽ. തൊട്ടുകൂടായ്മ അനുഭവിക്കുന്ന സഹോദരങ്ങൾ 27% ദളിത് സഹോദരങ്ങൾ ഇന്നും അത് അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഗവൺമെന്റിന്റെ തന്നെ ഡേറ്റ പറയുന്നത്. 18 മിനിറ്റിൽ അവർക്കെതിരെ ഒരു കുറ്റകൃത്യം നടക്കുന്ന രാജ്യമാണ് ഇന്ത്യ. സ്കൂളുകളിൽ ദളിത് സഹോദരങ്ങൾ മറ്റ് ജാതികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 70% ഗ്രാമങ്ങൾ, ഇന്ത്യയിലെ 70% ഗ്രാമങ്ങളിലും ദളിത് വിവേചനം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മതം സ്വീകരിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് മാറിയത് കൊണ്ടോ അവരുടെ ഇപ്രകാരമുള്ള വിവേചനങ്ങൾ ഇല്ലാതാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇപ്രകാരം ഒരുമിച്ച് കൂടുക.